തോരൻ വയ്ക്കാന്ന് വെച്ചു. എങ്ങനെയൊന്നും അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ വയ്ക്കാം. ആദ്യം ഇതിൻ്റെ മേലത്തെ ഇതൊക്കെ അടർത്തി കളയാം. ഓക്കെ, അത്യാവശ്യമില്ലാത്തതൊന്നും കളഞ്ഞ് ഇന്ന് കട്ടയും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കൈമ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്, കാരണം കറ പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഞാൻ പൊത്താനാണ് വീഡിയോയിൽ കണ്ടത്. ഓക്കെ, കുറച്ച് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് വെള്ളത്തേക്ക് ഇടാം. നല്ലപോലെ കറിയുണ്ട്. ബുദ്ധിമുട്ടാണ്, ആദ്യമായിട്ട് ചെയ്യല്ലേ. ട്രൈ ചെയ്യാം, റെഡിയാവുന്നറിയില്ല. ഒരുവിധം കട്ട് ചെയ്ത് നല്ല പോലെ പിഴിഞ്ഞ് മാറ്റിക്കാം. ഓക്കെ, അതിന് വേണ്ടുന്ന ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വേപ്പില, മുളക്, പിന്നെ പച്ചമുളകും വെളുത്തുള്ളി. ഓക്കെ, കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാം, കടായങ്ങൾ. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിച്ചു. ആവശ്യത്തിന് ഓയിൽ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴഞ്ഞ ശേഷം നാളികേരം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളർ മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം മഞ്ഞപ്പൊടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലപോലെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കും. നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ജീരകം പൊടി അങ്ങോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി. ചോറ് റെഡി, തോരനും റെഡി. അപ്പോൾ ഇന്ന് ചോറും തോരനും, വാഴക്കൂമ്പ് തോരൻ. ഓക്കെ, മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാവും, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.